അടുത്തിടെ നടൻ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ പങ്കാളി എലിസബത്ത് ഉദയൻ രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ചെകുത്താൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ അജു അലക്സിനോട് മാപ്പ് പറയുന്ന എലിസബത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ബാല അജു അലക്സിന്റെ വീട്ടിൽ തോക്കുമായി ചെന്ന് വധഭീഷണി മുഴക്കിയപ്പോൾ അന്ന് നടനൊപ്പം എലിസബത്തും ഉണ്ടായിരുന്നു. പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുവന്നതെന്നും തോക്കെടുത്തപ്പോൾ ഭയപ്പെട്ടുപോയെന്നും എലിസബത്ത് വെളിപ്പെടുത്തി. ഇപ്പോഴിതാ ഈ സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബാല. സത്യം തന്നോടൊപ്പമുള്ളതുകൊണ്ട് എന്നും തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുമെന്നാണ് ബാല പ്രതികരിച്ചത്. ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു പ്രതികരണം. എലിസബത്ത് ഉദയനും യൂട്യൂബർ ചെകുത്താനുമായി കൂടിക്കാഴ്ച നടത്തിയ ദൃശ്യങ്ങളും ബാല വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നവംബർ മാസം മുതൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. ഈ പ്ലാന്റ് അറ്റാക്ക് ഒരാളല്ല ചെയ്യുന്നത്, 4-5 പേർ ഇതിൽ പങ്കുണ്ട്. ഇതിന്റെ ഹെഡ് ആരാണെന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വളരെ പ്ലാൻ ചെയ്താണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. നിയമപരമായി ആദ്യം എന്റെ വായടച്ചു, ഇപ്പോൾ അവർക്ക് എന്തും ചെയ്യാമെന്ന അവസ്ഥയാണ്, ബാല പറഞ്ഞു. തുടർന്ന് എലിസബത്തിന് ചെകുത്താൻ കൈകൊടുക്കുന്ന രംഗവും ബാല വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. തന്റെ സ്വത്ത് 250 കോടിയുണ്ടെന്ന് തമിഴ്നാട്ടിൽ ന്യൂസ് വന്നു കഴിഞ്ഞു. നവംബർ 14 റിലീസ് ചെയ്ത കങ്കുവ പടം സംവിധാനം ചെയ്ത തന്റെ ചേട്ടൻ സിരുതേ ശിവയ്ക്കും അവരുടെ അനുജൻ ബാലയ്ക്കും കോടിക്കണക്കിന് സ്വത്തുണ്ടെന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. ആ വാർത്ത എപ്പോൾ പുറത്തു വന്നോ അന്നു മുതൽ എനിക്ക് മനസ്സമാധാനമില്ലെന്നും ബാല പറഞ്ഞു. നവംബർ മുതൽ ഇക്കാര്യങ്ങൾ ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ്. തെളിവ് ഇതാ. എന്റെ നിരപരാധിത്വം കോടതി തീരുമാനിക്കും. ഒരാൾക്കും എന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ കഴിയില്ലെന്നും ബാല കോകില എന്ന അടിക്കുറിപ്പും വീഡിയോയ്ക്ക് നൽകിയിട്ടുണ്ട്. Don't worry money ഉണ്ടെന്നീ മണി ഈസിയായി നേടൂ വള്ളുവനാട് ഈസി ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും. തന്നെ വളരെയധികം ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും ചെയ്ത വ്യക്തിയാണ് ബാല എന്ന് എലിസബത്ത് കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. താൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്തിനാണെന്ന് എലിസബത്ത് വീഡിയോയിലും പറഞ്ഞിരുന്നു. ബാലയുടെ കാൽ മസാജ് ചെയ്യാൻ വന്ന ഒരാളുടെ മുൻപിൽ വെച്ച് എന്നോട് പല കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞ് നിർബന്ധിച്ചു. അതോടെയാണ് താൻ ആദ്യമായി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇക്കാര്യം താൻ ആദ്യം തന്നെ ഇയാളുടെ അമ്മയോട് പറഞ്ഞു. ആ ദേഷ്യത്തിൽ ഇങ്ങേര് ഫോണെടുത്ത് എന്റെ മുഖത്തേക്കെറിഞ്ഞു. എന്ത് ചെയ്താലും അടിയാണ്. ആർക്കെങ്കിലും കൈ കൊടുത്താൽ പോലും അടിക്കും. ആ അടി കിട്ടിയാൽ പിന്നെ കുറച്ചു നേരത്തേക്ക് ഗ്രേ കളറാണ്. എന്റെ കുടുംബം പൂർണ്ണ പിന്തുണ നൽകുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതെന്നും ഡിപ്രഷന് താൻ മരുന്ന് കഴിക്കുന്നുണ്ടെന്നും എലിസബത്ത് കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ പുറത്തു പറഞ്ഞിരുന്നു.